അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമല്ല? അതുപോലെ തന്നെ എനിക്ക് സുഖം തന്നെ. ഇന്നൊരു മന്തിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വന്ന് അത് നമുക്ക് കാണാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതാ. കുരുമുളക് ഞാൻ ഇടുന്നുണ്ട്. ഇത് മന്തിക്ക് ആവശ്യമായ സാധനം അത് ഇടുന്നുണ്ട്. ഒന്നും കൂടി ഉലിയിട്ട് ഇത് നിങ്ങൾക്ക് ഉലിയുന്നത് ഞാൻ കാട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. 5 ഉലി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉലിയുന്നത് ഒന്ന് കാട്ടിക്കണമല്ല. ഇത് 5 ഇട്ടിട്ടുണ്ട്. ഇത് ചെറിയ ജീരകം ഒരു 1/2 സ്പൂണ്. ഇത് പെരുംജീരകം, വലിയ ജീരകം 1 സ്പൂണ്. അതിലേക്ക് ഇതാ കുറച്ച് അധികം പച്ചമുളകും വെളുത്തുള്ളിയും അത് ഒന്നായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. മല്ലിയില കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് കിട്ടും. നമുക്ക് ചിക്കൻ പിറക്കിയിട്ട് വെക്കുന്നതല്ലേ, ഇന്ന് തലേന്ന് വെച്ചാൽ നല്ലതാണ്. ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല അതിന് മസാലയിൽ പിടിക്കും. ഇതിലേക്ക് ഇതാ കറുവപ്പട്ട, ഏലക്കായി, ഗ്രാമ്പ് എല്ലാം കൂടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. 1 സ്പൂണ് സിർക്ക ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് അടിച്ചതിന് ശേഷം കാണാം. നമുക്കിത് നന്നായി അരച്ച് മഷി പോലെ നമുക്ക് എടുക്കാം. അങ്ങനെ നന്നായി ഇത് മഷി പോലെ അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ചിക്കനിൽ ഇട്ട് പെരക്കുന്നത് കാണാം. അങ്ങനെ നമ്മളെ മന്തിക്കുള്ള ചിക്കൻ ഇതാ നന്നായി കഴുകിയിട്ട് ഇതാ വരയിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 3 കിലോ ചിക്കനാണ് ഞാൻ എടുത്ത് 2 കിലോ മന്തി. ഇത് 3 കിലോ ചിക്കനാണ് ഞാൻ എടുത്ത് 2 കിലോ മന്തിയിലേക്ക് 3 കിലോ ചിക്കനാണ് ഞാൻ എടുത്ത്. ഇത് നന്നായി നമുക്കിത് പെരക്കി വെക്കാം. നന്നായി ഇതൊന്ന് പെരക്കി നമുക്ക് നാളത്തേക്കാണ്. തലേന്നാണ് ഈ സംഭവം പെരക്കി വെക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് നല്ല ഈലൊന്ന് പിടിക്കും. ഇത് മസാലയെല്ലാം നല്ല ഈല് പിടിക്കും. അങ്ങനെ നന്നായി പെരക്കി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. നാളെ നമുക്കിത് എടുക്കാം. അങ്ങനെ നമുക്ക് മന്തി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ 2 കിലോ മന്തി റൈസ് വാങ്ങിയതിന് അത് ഞാൻ ചൊരിയുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ എൻ്റെ ബർത്ത്ഡേ കഴിക്കുന്ന ദിവസമാണ് ഇന്ന്. എൻ്റെ മോൻ ഇന്ന് വന്ന മോൻ എൻ്റെ ഉമ്മാരെ ഏട്ടത്തിര മോൻ മരിച്ചിന് പെട്ടെന്ന് പോലീസ് അവക്കറാണ്. അപ്പോൾ ആ മരിച്ച സമയത്ത് എൻ്റെ മോൻ്റെ ഒപ്പരാന്ന് എൻ്റെ മോനും ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നുണ്ടായത്. അങ്ങനെ ആങ്ങളെ മരിച്ച ആളുടെ വിഷയത്തിൽ രണ്ടാളും ഒന്നിച്ചു കൂടി വന്നിട്ട് ഇന്ന് പോകുന്നതാണ്. 40 കഴിഞ്ഞ് ഇച്ചാൻ്റെ 40 കഴിഞ്ഞിട്ടെല്ലാം പോകുന്നതാണ് ഇന്ന്. അങ്ങനെ എൻ്റെ ഒരു ബർത്ത്ഡേ
കഴിക്കേണ്ട ഇതും രണ്ടും ഒന്നിച്ച് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഇങ്ങനെ ഞങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ മന്തിക്ക് അരി കുതിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായി നമ്മൾ ചോറ് വെക്കുന്നത് ഇതാ ചൂടായിട്ടുണ്ട്. അങ്ങനെ അമ്മ മന്തിക്ക് ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത് തന്നെ പൊരിക്കുന്നത് ഇതിൽ തന്നെ പൊരിച്ചതിന് ശേഷം ഇതിൽ തന്നെ നമുക്ക് ദമ്മിടാം ചോറിന്. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ തന്നെ പൊരിച്ചിട്ട് എടുക്കുന്നത്. പിന്നെ മസാലയൊന്നും പുറത്തേക്കൊന്നും പോവുകയും ചെയ്യില്ല, നല്ല രസം കിട്ടും മന്തിക്ക്. അതിനും വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇതാ എടുത്ത് ഇന്നലെ രാത്രി മസാലയാക്കി വെച്ച നല്ല മസാല നല്ല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് ഇടുന്നുണ്ട്. നാരങ്ങ ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ ചിക്കൻ്റെ പൊരിക്കാൻ വെച്ചതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂട്ടെടുക്കാതിരിക്കോ. അങ്ങനെ ഞാനിതാ നന്നായി മന്തിൻ്റെ ചിക്കൻ പൊരിഞ്ഞിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞാൻ ഫ്രൈയിലേക്ക് മാറ്റി വെക്കുന്നു. അങ്ങനെ നമ്മുടെ മന്തിൻ്റെ പൊരിച്ച എണ്ണ തന്നെ കുറച്ച് ബാക്കിയിട്ട് അതിലേക്ക് ഇതാ കറുവപ്പട്ട, ഏലക്കായ്, കറാമ്പ് എല്ലാം കൂടി ഞാൻ ഇടുന്നുണ്ട്. പെരുംജീരകം, ചെറിയ ജീരകം എല്ലാം കൂടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇളക്കാം. റോണാവട്ടെ. അങ്ങനെ ഒരു നീരുള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട്. അത് ഞാനില്ല മന്തിക്കും വേണ്ടിയിട്ട് എണ്ണയിൽ പൊരിക്കാനിടുന്നു. നന്നായി എണ്ണയിൽ പൊരിയട്ടെ. ഇടുന്നുണ്ട്. ഉള്ളി നമ്മളെ ഇതാ മസാല എല്ലാം നല്ല ഇതിൽ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മന്തിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാം. വെള്ളം കുറച്ച് ചൂടാകാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മന്തിക്ക് ഉണക്ക് നാരങ്ങ ഇടുന്നുണ്ട്. കുരുമുളകും നന്നായി ഇളക്കിട്ടത് അടച്ചു വെക്കണം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് നന്നായി ഒന്ന് ചൂടാവട്ടെ. നന്നായി ഇളക്കി ഇന്ന് നമുക്കിത് മൂടി വെക്കാം. വെള്ളം നന്നായി മന്തിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതാ മന്തിൻ്റെ അരി ഇടുന്നു. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നേരത്തെ കോരി വെച്ച ചിക്കൻ പൊരിച്ച എണ്ണയാണ്. അത് ഞാൻ കുറച്ച് മന്തിക്ക് മസാല ആക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ പൊരിച്ചത് എടുത്തിട്ട് ഞാൻ ഇതാ ഓരോന്നായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ നന്നായി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ റൈസ് വേവിച്ചത് ഇടാം. അങ്ങനെ ചിക്കൻ്റെ മേലയിലേക്ക് ഇതാ ഞാൻ ചോറ് നന്നായി കോരിയിടുന്നുണ്ട്.
കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയാണ് ആക്കിയത്. നല്ല കളർ കിട്ടാൻ. ഇനി നമുക്ക് ചുവന്ന കളറും കൂടി. നല്ലോണം കളറായാലേ ഉണ്ടാവില്ല. നമുക്ക് മന്തി മസാല കുറച്ചും കൂടി ഇടാം. കുറച്ചും കൂടി ഇടാം. എണ്ണ പൊരിച്ച് വെച്ചതിൻ്റെ മസാലയാണ് ഇത്. അതും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഞാൻ ചോറെല്ലാം കോരി ഇടുന്നുണ്ട്. അങ്ങനെ കളറ് നന്നായി ഞാൻ 2 ലെയറായിട്ടാണ് ഇട്ടത്. അതെ, 2 ലെയറായിട്ടാണ് ഇട്ടത്. അതിലേക്ക് ഞാൻ ചുവന്ന കളറും കൂടി അങ്ങനെ ഞാൻ മന്തി മസാല ഇതിൻ്റെ മേലേക്ക് ഇടുന്നുണ്ട്. പൊരിച്ച് വെച്ച ചിക്കൻ്റെ നെയ്യും കുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മന്തിക്ക് ഇടാം കനലിടുന്നുണ്ട്. അങ്ങനെ അമ്മ ദമ്മിന് വെച്ചിട്ടുണ്ട്. ആവട്ടെ. അങ്ങനെ നമ്മളെ മന്തിയുടെ റെഡിയായി. മന്തി റെഡിയായി. ഇനി നമുക്ക് വിളമ്പുന്നത് കാണാം. അങ്ങനെ മന്തി കഴിക്കാൻ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് മാപ്പിളയും വീടും. എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മോൻ പോകുന്നതുമായി. അപ്പോൾ എല്ലാവരും കേക്ക് മുറിക്കാനുണ്ട്. ഡ്രസ്സ് എങ്ങനെയുണ്ട്? മോൻ്റെ ഭാര്യമാർ എടുത്തു തന്നതാണ് ഇത്. നല്ലുണ്ടെങ്കിൽ പറയണം. പിന്നെ എല്ലാവരും ദുആരക്കണം. എനിക്ക് പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ബർത്ത്ഡേൻ്റെ കേക്ക് മുറിക്കുന്നത് ഫസ്റ്റ് തന്നെ.